പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 മേടമാസം 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ. അതായത് 2026 ഏപ്രിൽ മാസം 27-ാം തീയതി മുതൽ മെയ് മാസം 3-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നാം ചർച്ച ചെയ്യുമ്പോൾ പൂരം നക്ഷത്രത്തിലാണ് 27-ാം തീയതി ചന്ദ്രൻ്റെ സ്ഥാനം ചിങ്ങൻ രാശിയിൽ. മേടൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നു, ഇടവത്തിൽ ശുക്രൻ, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ ചന്ദ്രനോടുകൂടെ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ചൊവ്വ, ബുധൻ, ശനി. ഇവിടെ മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഈ വാരത്തിൽ പ്രത്യേകിച്ച് ശുക്രന് സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ചാരപശാലുള്ള മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. പിന്നീട് സൂര്യൻ ഇപ്പോഴും അത്യുച്ഛം വിട്ടു നിൽക്കുന്നു. പ്രതിതശ്ചതുരഃ അടനഃ അല്പവിത്തഃ ക്രിയേതു ആയുധഭൃത് വിതുംഗഭാവേ. മേടത്തിൽ ഉച്ച ക്ഷേത്രം മേടം 10 വരെയുള്ള സമയത്ത് സൂര്യൻ പ്രതിതഃ ചതുരഃ പ്രശസ്തനും സമർത്ഥനുമാകുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങളിൽ സൂര്യൻ്റെ ആ പ്രഭാവം അത്ര കണ്ട് ആചാര്യൻ വിശദീകരിച്ചിട്ടില്ല. വിതുംഗഭാവേ, ഉച്ചം ഭാവം കഴിഞ്ഞുള്ള സമയത്ത് മേടത്തിൽ നിൽക്കുന്ന സൂര്യൻ അടനഹ അല്പവിത്തഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സഞ്ചരിക്കുക, അല്പവിത്തഹ, ധനപരമായ വിഷയത്തിൽ പൂർണ്ണത ലഭിക്കാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ബുധൻ നീചസ്ഥനാണ് ഇന്നത്തെ ഈ രാശിപ്രകാരം. ബുധൻ മീനത്തിൽ തന്നെ നിൽക്കുന്നു. ഏതായാലും ഓരോ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, ശ്രദ്ധിക്കുക. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ തുലാ രാശിക്കാർക്ക് 5-ാം ഭാവത്തിൽ രാഹു, 6-ാം ഭാവത്തിൽ ചൊവ്വ, ബുധൻ, ശനി, 7-ാം ഭാവത്തിൽ സൂര്യൻ, അഷ്ടമത്തിൽ ശുക്രൻ, 9-ാം ഭാവത്തിൽ വ്യാഴം, 11-ാം ഭാവത്തിൽ ചന്ദ്രൻ, കേതു. ഇവിടെ കർമാധിപനായ ചന്ദ്രൻ ഒരു അമലായോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. കർമ്മമേഖലയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. 9-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. പലപ്പോഴും ഭൂമി ലാഭം, ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, തൻ്റെ വീട് എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യുക, ഇതിനൊക്കെ അനുകൂലമായ ഒരു വാരമാണ്. 9-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനൊക്കെ വലിയ അവസരങ്ങളൊക്കെ വരും. സഹോദര ഗുണം വളരെ കുറയുന്ന സമയമാണ്. ഭൂമിപരമായ വിവാദങ്ങൾ സഹോദരങ്ങളുമായി ഉണ്ടാകും. സ്ത്രീകൾക്ക് പരിഭവം, ഭാര്യയ്ക്കും അല്ലെങ്കിൽ മറ്റ് ചില സൗഹൃദങ്ങളുള്ള സ്ത്രീകൾക്കും പരിഭവം വരും. അഷ്ടമത്തിൽ ശുക്രനാണ്. 8-ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ ശുചസ്നേഹത, സ്നേഹത്തിലൂടെ തനിക്ക് ദുഃഖം വരും. അതിനാൽ പലപ്പോഴും റിലേഷൻസ് ബ്രേക്കായി അതിലൂടെ മാനസിക സംഘർഷങ്ങൾ വളരെയധികം അനുഭവിക്കും. അപ്രകാരം തുലാൻ രാശിക്കാർ തനിക്കിഷ്ടമുള്ള സുഹൃത്തിന് അല്ലെങ്കിൽ ലേഡി സുഹൃത്തിന് ആഭരണങ്ങളോ ധനമോ കൊടുത്താൽ ആവശ്യത്തിന് തിരിച്ചു കിട്ടില്ല, അവർ തങ്ങളെ പറ്റിക്കും. അതിനാൽ സൗഹൃദങ്ങൾ, തൻ്റെ കൈവശമുള്ള സാധന സാമഗ്രികൾ കൊടുത്തു വേണ്ട, അതിലൂടെ തനിക്ക് ബുദ്ധിമുട്ടുകൾ വരുമെന്ന് അറിയുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പലപ്പോഴും അനാഥാലയം, മന്ദിരം, ക്ഷേത്രം, ട്രസ്റ്റ്, ഇതിനൊക്കെ നേതൃത്വ സ്ഥാനത്ത് തനിക്ക് ഒരവസരം ലഭിച്ചാൽ അത് സസന്തോഷം സ്വീകരിക്കണം. അതിലൂടെ തനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും. മഠാദ്യാലയ സമ്പത്തിമപി കുര്യ ശുഭോത്ര. അനാഥാലയ, മന്ദിരം, ക്ഷേത്രം, ഇതിൻ്റെ സമ്പത്ത്, ഇതിൻ്റെ അഭിവൃദ്ധിയുമായി പ്രവർത്തിക്കുവാനുള്ള ഒരവസരം വരും. ഈ സുവർണാവസരമായി കണക്കാക്കി അത് സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ദേവീക്ഷേത്രത്തിൽ വിളക്ക്, മാല, പായസം തന്നെയാണ് വഴിപാട്. ശത്രുക്കളെ നശിപ്പിക്കുന്ന സമയമാണ് 6-ൽ ചൊവ്വയും ശനിയും വരുമ്പോൾ. അതിനാൽ ശത്രുദോഷം ശ്രദ്ധിക്കാൻ ഭയപ്പെടേണ്ട. ഭാര്യാഭർത്താക്കന്മാരുടെ ശ്രേയസ്സിനായിക്കൊണ്ട് ഐക്യമത്യ അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമാണ്. നമസ്തേ.